$8,000 ഞാൻ എൻ്റെ ലൈഫിലെ ആദ്യത്തെ ജോലി ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷ് ട്യൂട്ടറായിട്ട്. പിന്നെ മെക്ഡൊണാൾഡ്സിൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കൂലേ, ആ ജോലിയായിരുന്നു മെക്ഡൊണാൾഡ്സിൽ. അത് കഴിഞ്ഞിട്ട് മ്യൂസിക് ഫെസ്റ്റിവലിന് സെക്യൂരിറ്റി ആയിട്ട്, ഈ ചെക്കിംഗ് ഒക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് ഉണ്ടോ, എന്തെങ്കിലും ഡ്രഗ്സ് ക്യാരി ചെയ്യും, ഈ എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ മ്യൂസിക് ഫെസ്റ്റിവൽസിന് സെക്യൂരിറ്റി ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഡൺ സ്റ്റോഴ്സിൽ ബ്രെഡ് ഒക്കെ ബേക്ക് ചെയ്യുന്ന ഒരു ജോബായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് MBA ജോലി എനിക്ക് കിട്ടി തുടങ്ങിയത്. മാർക്കറ്റ് റിസർച്ച് ഇന്റേൺ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ഗ്രോത്ത് മാനേജർ, അങ്ങനെയൊക്കെ കുറച്ചങ്ങനെ ജോലി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന പോലെ എനിക്കും തോന്നി സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണം. അങ്ങനെ ഞാനൊരു മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. അധികം സമയമൊന്നും എടുത്തില്ല, അത് പെട്ടെന്ന് തന്നെ അത് പൂട്ടിക്കെട്ടി. അപ്പൊ ഇങ്ങനെ ഞാൻ പോകുമ്പം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, ജുബിൻ എന്നാണ് അവന്റെ പേര്, വളരെ നല്ല സുഹൃത്താണ്. അവൻ എന്നോട് വിളിച്ചിട്ട് പറയും, പോൾ, ദിസ് ഡസൻ ലുക്ക് ഗുഡ് ഓൺ യുവർ കരിയർ. ഇങ്ങനെ കുറേ ജോബുകളും കുറേ ജോബ് ചേഞ്ചുകളും, ദിസ് ഡസൻ ലുക്ക് ഗുഡ് ഓൺ യുവർ റെസ്യൂമേ. അവൻ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ ഞാൻ ആ ട്രെയിനിന്റെ കോട്ട് എപ്പോഴും ഓർക്കും. ഇഫ് ദിസ് ഇസ് നോട്ട് ടേക്കിംഗ് വെർ യു റിയലി വാണ്ട് ടു ഗോ, ഗെറ്റ് ഓഫ് അറ്റ് ദി നെക്സ്റ്റ് സ്റ്റേഷൻ. നിങ്ങൾക്ക് പോകേണ്ടിടത്തേക്കല്ല നിങ്ങളുടെ യാത്ര നിങ്ങളെ എടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് സ്റ്റേഷനിൽ തന്നെ ഇറങ്ങുക എന്നുള്ള ഒരു കോട്ട് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇന്ന് ഞാൻ ഈ യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത ഇംഗ്ലീഷ് ജോലി തൊട്ട് ലാസ്റ്റ് ചെയ്ത ബിസിനസ് വരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഇന്ന് എനിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ഡൊമൈൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ്, ബിസിനസ്, അങ്ങനെ മൾട്ടിപ്പിൾ ഡൊമൈൻസ് എനിക്കുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ചെയ്ത മെക്ഡൊണാൾഡ്സിൽ ഫ്രൈസ് ഉണ്ടാക്കിയ ജോലിയോ സെക്യൂരിറ്റി ആയിട്ട് ചെയ്ത ജോലിയോ ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് റിയലി മേക്സ് മീ എ ബെറ്റർ ഹ്യൂമൻ. നമ്മൾ 9 to 5 ജോബ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, ആ ഒരു 9 to 5 ഹസിൽ യു അണ്ടർസ്റ്റാൻഡ് ഡിഗ്നിറ്റി ഓഫ് ലേബർ, യു സ്റ്റാർട്ട് റെസ്പെക്ടിങ് പീപ്പിൾസ് ജോബ്. ഓവറോൾ ഇറ്റ് മേക്സ് യു എ മച്ച് ബെറ്റർ ഹ്യൂമൻ. അപ്പൊ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇതൊന്നും നമുക്ക് വെറുതെ അല്ല, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപകാരപ്പെടും. ഞാൻ ഇപ്പോൾ ഇതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്തതിന്റെ കാരണം, ഇറ്റ് ഈസ് അബൌട്ട് ഫൈൻഡിങ് എ സ്വീറ്റ് സ്പോട്ട് ഇൻ ലൈഫ്. ജാപ്പനീസിൽ ഇതിന് ഇക്കിഗായി എന്നെല്ലാം പറയും. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളുടെ ഒരു സ്വീറ്റ് സ്പോട്ടാണ് ഈ ഇക്കിഗായി എന്നുള്ളത്. എൻ്റെ കോളേജിൽ പഠിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാരോടും അനുജത്തിമാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളതാണ്, കരിയറിൽ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും യു ഹാവ് ടു കീപ് എക്സ്പെരിമെൻറ്റ്. Even for Thomas Alva Edison, the bulb moment wouldn't have happened if it was not for experimenting.